ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റിതം ഓഫ് ലൈഫ്. ഇതാണ് നമ്മുടെ പോപ്പിനെ കൊണ്ട് നമ്മളിന്ന് വാക്സിനേഷൻ എടുക്കാൻ പോകേണ്ട ദിവസമാണ് ഗായ്സ്. അപ്പോൾ പോപ്പി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്, ഞാൻ സ്കൂട്ടറിലാണോ അതോ കാറിലാണോ പോകുന്നത്. പോപ്പിക്ക് അറിയാം, പോപ്പി നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ സാധാരണ പോപ്പിനെ കൊണ്ടുപോകാറുണ്ട്, ബൈക്കിലായാലും കാറിലായാലും. പോപ്പി ഇല്ലാതൊരു എന്താ പറയുക, ഒരു യാത്രയില്ല. ഇപ്പോൾ ലോങ്ങൊക്കെ പോവുകയാണെങ്കിൽ എന്തായാലും പോപ്പിനെ കൊണ്ടുപോകണം. നമ്മളെ വണ്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതാണ് എൻ്റെ അനിയൻ അമ്പാടി. അവൻ പോപ്പിനെ എടുത്ത് വണ്ടിയിൽ കയറ്റി, എന്നിട്ട് പോപ്പിനെ പിടിച്ചിട്ട് പതുക്കനെ പുറത്തേക്ക് ഇറക്കാണ് കേട്ടോ. പോപ്പിക്ക് വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ എവിടെ പോകണമെങ്കിലും പോപ്പിനെ കൊണ്ടാണ് പോവുക. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പോവാനായിട്ട്. അപ്പോൾ അവൻ പിടിച്ച വഴിക്ക് അവൾ സൈഡിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി ഓടി പോവും. എന്നിട്ട് പിന്നെ ഞങ്ങൾ പോയി. അവരെന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ പോവാണ് കേട്ടോ ഗൈസ്. ഞങ്ങളപ്പോൾ ഹോസ്പിറ്റലിലെത്തിയിട്ട് അവളുടെ കഴിഞ്ഞ വാക്സിനേഷൻ്റെ റിപ്പോർട്ടുകളൊക്കെ ഡോക്ടർ കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ മരുന്ന് മേടിക്കാൻ പുറത്തേക്ക് പോകണം. നമ്മൾ പുറത്തേക്ക് പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. നമ്മുടെ മരുന്നിനാണെങ്കിൽ 520 രൂപയാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണം. പിന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ 55 രൂപ കൊടുക്കണം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇഞ്ചക്ഷൻ അടിക്കാനായിട്ടുള്ള മരുന്ന് പുറത്തുനിന്ന് വാങ്ങിയിട്ട് 55 രൂപ എന്ന് പറഞ്ഞത് നമ്മളുടെ ഇവർ അടിച്ചു തരുന്നതിൻ്റെ ഫീസാണ് കേട്ടോ. അപ്പോൾ പോപ്പിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോപ്പിക്ക് ഇപ്പോൾ 3 വയസ്സാണ്. അപ്പോൾ നമ്മൾ കൊല്ലത്തിലൊരിക്കലാണ് ഈ വാക്സിനേഷൻ കൊടുക്കേണ്ടത്. അതായത് ഓരോ കൊല്ലവും നമ്മൾ ഈ വാക്സിനേഷൻ നിർബന്ധമായിട്ടും കൊടുക്കണം. അപ്പോൾ നമ്മുടെ പോപ്പിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവൾക്ക് കഴിഞ്ഞ 2 പ്രാവശ്യം അവൾക്ക് വാക്സിനേഷൻ കൊടുത്തതിൻ്റെ ഒരു ഓർമ്മയിലായിരിക്കണം അവൾ ഭയങ്കരമായിട്ട് പകച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ പറയില്ലേ, മനുഷ്യന്മാരെക്കാളും ഓർമ്മശക്തി നമ്മുടെ മൃഗങ്ങൾക്കാണ്. ചിലപ്പോൾ അതായിരിക്കും. പിന്നെ നല്ല വിറയലൊക്കെ ഉണ്ടായിരുന്നു. കണ്ടപ്പോൾ വിഷമം തോന്നിയാലും നമുക്ക് എന്താ പറയുക, ഒരിക്കലും ഇത് എടുക്കാതിരിക്കാനായിട്ട് പാടില്ല. നമുക്ക് പെറ്റോണേഴ്സിന് ഒരിക്കലും അത് എന്താ പറയുക, നമുക്ക് അത് ചെയ്തില്ലെങ്കിൽ അവർക്ക് തന്നെ പ്രശ്നം വരാം. അപ്പോൾ നമ്മളതിന് എടുക്കാതിരിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ നമ്മളത് കൂടാതെ 3 മാസം കൂടുമ്പോൾ നമുക്ക് ഡീവോമിങ് ചെയ്യണം. അതായത് എന്താണെന്ന് വെച്ചാൽ ഡീവോമിങ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് പുഴുക്കേട് അങ്ങനത്തെ ചെള്ള അതേപോലത്തെയൊക്കെ വരാതിരിക്കാനാണ് നമ്മൾ ഡീവോമിങ് ചെയ്യുന്നത്. അതായത് 3 മാസം കൂടുമ്പോൾ നമ്മൾ കൊടുക്കണം. ഈ 3 മാസം കൊടുക്കുമ്പോഴും ഓരോ 3 മാസം കൂടുമ്പോഴും സെയിം മരുന്ന് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതായത് സെയിം മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഈ വാക്സിനേഷനൊക്കെ നിർബന്ധമായിട്ട് എടുക്കേണ്ടതാണ്. ഓക്കെ, ബായ്.